ആലപ്പുഴ മാന്നാറിൽ വീടിന് തീപിടിച്ച് വൃദ്ധ ദമ്പതികൾ മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. ചോദ്യം ചെയ്യലിൽ മകൻ വിജയൻ കുറ്റം സമ്മതിച്ചു. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് കൊല നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിലാണ് വൃദ്ധ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ചെന്നിത്തല കോറ്റോട്ട് വീട്ടിൽ രാഘവൻ, ഭാര്യ ഭാരതി എന്നിവരെ കത്തിക്കരിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ ദമ്പതികളുടെ ഇളയ മകനായ വിജയൻ കുറ്റം സമ്മതിച്ചു. സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. മോട്ടീവായ എലിമിനേഷൻ തന്നെ. കാരണം ഇയാൾ ചെയ്യുന്ന പല കാര്യങ്ങളും അച്ഛനും അമ്മയ്ക്കും യോജിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. എപ്പോഴും കംപ്ലൈൻ്റ് ആയിരുന്നു. ഈവൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു പോലീസ് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു സൂയിസൈഡ് ഉണ്ടാകുമായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലാണ്. അതുകൊണ്ട് അത്ര കൺക്ലൂസീവ് പറയാൻ പറ്റില്ല. അതായത് ഇതുവരെയുള്ളതിൽ വേറെ ആളുടെ ഇൻവോൾവ്മെന്റ് 10-15 ദിവസമായി തുടങ്ങി. ഏജ് ഓൾഡ് ആളുകളുടെ പല നീഡ്സും അവരെ പല കാര്യങ്ങളും നടക്കുന്നില്ല എന്നുള്ള പേരിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റും പറ്റാത്ത ഇത് തന്നെയായിരുന്നു മറ്റേ ആയതുണ്ടായിരുന്ന ആളുകളെ കുറിച്ചൊന്നും കംപ്ലൈൻറ്റ്. പുലർച്ചെ 3-ന് ചെന്നിത്തല കോട്ടമുറി വഴി പോയ ഓട്ടോ ഡ്രൈവറാണ് വീടിന് തീ കത്തുന്നത് കണ്ടത്. സമീപത്ത് നിന്ന് ആളെ കൂട്ടിയെത്തിയെങ്കിലും വീട് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. ഞാൻ ഹരിപ്പാട് ട്രാൻസ്ഫർ സ്റ്റാൻഡിലോട്ട് എൻ്റെ മോളെ വിളിക്കാനായിട്ട് പോകുന്ന സമയത്ത് ആ സൈഡിൽ ഒരു തീ പോലെ ഇങ്ങനെ കണ്ടു. ജസ്റ്റ് ഞാൻ എന്തോന്ന് അറിയാൻ വേണ്ടി കുറച്ചുകൂടെ മുന്നോട്ട് വണ്ടി ഒന്ന് സ്പീഡ് കുറച്ച് നോക്കിയപ്പോൾ ഒരു വീട് ഇന്ന് കത്തുക. പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ചു. ഞാൻ ആ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ആ വീട്ടിൽ നിന്ന് 2 പേര് ഇറങ്ങി വെളിയിൽ നിൽപ്പുണ്ട്. ഒന്ന് ഒരു സ്ത്രീയും ഒരു പ്രായമുള്ള ഒരു മനുഷ്യനും. അവരാണ് വിളിച്ചു പറയുന്നത് അയ്യോ വീട് കത്തിയെന്ന്. ആ സമയത്ത് പെട്ടെന്ന് ഞാൻ എൻ്റെ വണ്ടിയുടെ ഹോണ് നല്ല ഇതിൽ കുറേ നേരം നിർത്താതെ ഹോണ് മുഴക്കിയപ്പോൾ തൊട്ട് അടുത്തുള്ള വീട്ടിൽ ഒരു അച്ചായൻ ഇറങ്ങി വന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ 3-4 പേരേ ഉള്ളൂ. പിന്നെ ആൾക്കാരെല്ലാം ഓടി കൂടാൻ തുടങ്ങി. ഇവർ താമസിക്കുന്ന 5 സെന്റ് വസ്തു എഴുതി നൽകണമെന്ന് പറഞ്ഞ് വിജയൻ മാതാപിതാക്കളെ മർദ്ദിക്കുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വൃദ്ധ ദമ്പതികൾ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.